guys, welcome back to my YouTube channel. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള എൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് ഗൈസ് ഇത്. ഈ വീഡിയോയിൽ എന്താ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് വഴികൾ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ 4 കാറ്റഗറി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിൽ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മൾ ജെന്യൂൻലി നമ്മൾ ജീവനോടെ ഉണ്ടോ, ചത്തോ, സുഖമാണോ, എന്തൊക്കെ ഉണ്ട്, ഇപ്പോൾ കറന്റ് എന്താണ് അവസ്ഥ, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ എന്ന് തിരക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ. ഇതല്ലാണ്ട് ചില ആൾക്കാരുണ്ട്, ഞാൻ ഭയങ്കര ടോക്കാക്റ്റീവ് ആയതുകൊണ്ടും ഒരു എക്സ്ട്രോവേർഡ് ആയതുകൊണ്ടും ഞാൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഞാൻ പണ്ട് മുതലുള്ള ഫ്രണ്ട്സ് അറിയാവുന്ന എല്ലാവരുടെയും കോൺടാക്ട്സ് എനിക്ക് ഇപ്പോഴും മറയിൽ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ജാടയൊന്നും ഇല്ലാത്തൊരു ടൈപ്പാണെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി എന്നെ അഡ്രസ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞത്. അപ്പം എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചില ആൾക്കാരുണ്ട് എന്നെ വിളിക്കണേ, അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അവരൊക്കെ രക്ഷപ്പെട്ടു, അവരെന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് മാത്രം അറിയാൻ വേണ്ടി എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് വേറുള്ള ആൾക്കാരുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യുന്നു, അവർ നന്നായില്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മളെ ഫോൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന, നമുക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ മരം കുലുക്കണ പോലെ വീട് നിറയെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയൊക്കെയാണ്. കൊച്ചിയിലും കൂടെ പോയിക്കാൻ തുടങ്ങിയ ശേഷം ആൾക്കാരുടെ ഒരു ചിന്താഗതി പറഞ്ഞാൽ എന്നോട് കടന്ന് ചോദിക്കുന്ന 5000 10,000 രൂപയ്ക്കാണ്. ഉമ്മയോ എന്തല്ലേ, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഇരിക്കത്തൊക്കെയാണ്. അപ്പം ഇതിൽ ചില ആൾക്കാരുണ്ട് ലിറ്ററലി പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു 500 ഉണ്ടോ, ഒരു ഹെൽപ്പ് ചെയ്യും, ഒരു 50 ഉണ്ടോ, ഞാൻ ഈ കടയിൽ നിൽക്കുന്ന എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, എന്തെങ്കിലും തരോ. ഇങ്ങനെ ചില ആൾക്കാർ ലിറ്ററലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമ്മുടെ കയ്യിൽ ഫണ്ട് നിൽക്കുന്ന ഫസ്റ്റ് ഒരു 1 വീക്ക് 2 വീക്ക് ഒന്നും നിൽക്കുക പോലും ഇല്ല. അതൊരു 1 വീക്ക് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പൈസ ഏത് വഴിയോ പോകണമെന്ന് പോലും അറിയാൻ പറ്റില്ല. അതാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു ഇത്. അപ്പം ഇവര് ചുമ്മാ ഒരു കാര്യമില്ല, ചിലപ്പോൾ ഗെയിം കളിക്കാനോ റീചാർജ് ചെയ്യാനോ ഒരു അനാവശ്യമായ കാര്യങ്ങൾ നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ജെന്യൂൻലി ചില ആൾക്കാരെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ പൈസ കൊടുക്കും. ആ മാന്യന്മാർ അല്ലെങ്കിൽ ആ മഹതികൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് അത് തിരിച്ചു തരണമെന്നില്ല. നമ്മുടെ ഒരു മര്യാദ കൊണ്ട് നമ്മൾ വിചാരിക്കും അവർ തരട്ടെ, എന്തായാലും തരുമല്ലോ, ഇവർ ഇല്ലാത്തത് കൊണ്ടിട്ടായിരിക്കും അവർ പറഞ്ഞ ഡേറ്റ് തരാത്തത്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഇരുന്ന് കുറേ അവസാനം എനിക്ക് ലിറ്ററലി കയ്യിൽ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്ന് ചോദിക്കാൻ പോലും ഇതുങ്ങളെ കാട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പൈസ കടം കൊടുക്കുന്ന പരിപാടി നിർത്തി. കൊടുത്താൽ തിരിച്ച് തരും എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ തിരിച്ച് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അല്ലാണ്ട് ഞാൻ ഒരു ആൾക്കാർക്കും പൈസ ഇല്ല ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയേ ഉള്ളൂ. കൂടുതൽ ടോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് എൻ്റെ മുന്നത്തെ സംഭവങ്ങൾ അറിയാം, അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസയ്ക്ക് വേണ്ടി മാത്രം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ചില കാറ്റഗറി ഓഫ് ആൾക്കാർ, അങ്ങനെയും ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. പിന്നെ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു സാധനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ ഭയങ്കര ചിരിച്ച് കളിച്ച് ഭയങ്കര ജെന്യൂൻ ആയിട്ടൊക്കെ നിൽക്കും. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മളെ വിളിച്ച് സംസാരിക്കും. ഞാൻ അത്യാവശ്യം മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് എന്ത് പറ്റിയാലും കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അത് എന്ത് കൈൻഡ് ഓഫ് സാധനമാണെങ്കിലും അവരുടെ കൂടെ അവസാനം വരെ നിൽക്കും. അപ്പോൾ ആ ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ആക്ച്വലി ഇത് സാധിക്കണമെന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ചാപ്റ്ററെ ക്ലോസ്. പിന്നെ അടുത്ത അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വിളിക്കും, എടാ ഇന്ന സാധനം പറ്റി, എനിക്ക് സഹിക്കാൻ പറ്റണില്ലടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് കുറേ മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവരെ സ്റ്റെപ്പാക്കി അവരെ സെറ്റാക്കി അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ ഓക്കെ ആകും. അതിനുശേഷം അവരുടെ ലൈഫിൽ എന്ത് നല്ല കാര്യം നടന്നു കഴിഞ്ഞാലും അവർ നമ്മളോട് ഷെയർ ചെയ്യില്ല. അവരുടെ ലൈഫിൽ നടക്കുന്ന ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് നമ്മുടെ നിന്നുള്ള ഒരു സിമ്പതി പോലത്തെ ഒരു സാധനം പിടിച്ച് പറ്റി അവരുടെ ആ ഒരു സ്നേഹം അപ്പോഴും നിലനിർത്തി അങ്ങനെ ഒരു കൈൻഡ് ഓഫ് അങ്ങനെയും കുറേ ആൾക്കാർ. ഇത്രയും കാറ്റഗറിയിലുള്ള ഫ്രണ്ട്സാണ് ആക്ച്വലി എനിക്കുള്ളത്. ഇത് ജെനുവിനായിട്ടുള്ളത് വിരലിലുണ്ടാവുന്ന കുറച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അതിൽ ജെനുവിനായിട്ടുള്ള ആൾക്കാരെ വെച്ച് ബാക്കി ഈ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ വെച്ചിട്ടും എനിക്ക് ഒരുപാട് പണിയിട്ടുണ്ട്. ഒരുപാട് പണി എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പണികളൊക്കെ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ
ചെയ്യുമ്പോൾ സങ്കടമുള്ള പണികളുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി, നമ്മുടെ ഒരു ഇത് മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ വന്ന് പെട്ടുപോയിട്ടുണ്ട്. ആക്ച്വലി ഗൈസ്, ഇതുപോലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മളൊരു ജെന്യുനാലിറ്റി കൊണ്ടും നമ്മളെല്ലാവരുടെ ഇഷ്ടത്തോടെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്ത് ഒരു ചെറിയ സ്നേഹം തന്നു കഴിഞ്ഞാൽ, ഒരു പൂ തന്നു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം കൊടുക്കുന്ന ആൾക്കാരാണ്. ചേട്ടാ നല്ല ഡയലോഗ് ഉണ്ട്. വളരെ ഒരു പൂ തന്നു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം കൊടുക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളെ അവർ യൂസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരേ ഒരു സൊല്യൂഷനുണ്ട് ഗൈസ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ എന്നൊരു വാക്ക് പറയുക. നിങ്ങൾക്ക് പറ്റും. ഇപ്പം ഞാൻ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ത് കഴിഞ്ഞ ഒരു സാധനത്തിൽ ചോദിച്ചാൽ, എന്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, പറ്റില്ലടാ, ഞാൻ വേറെ കുറച്ച് തിരക്കിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഇല്ലടാണ്, പൈസ ആണെങ്കിൽ എൻ്റെ ഇല്ലടാണ്, എനിക്ക് ആവശ്യങ്ങളുണ്ട്, അത് കഴിഞ്ഞാൽ തീർന്നതാണ്, എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ ആവശ്യങ്ങൾ പോലും കഴിഞ്ഞല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പൈസയൊക്കെ ഒരാൾ ഭയങ്കര അവസ്ഥയൊക്കെ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് ആ പൈസ ആവശ്യം ഉണ്ടാക്കിയോ, എന്നാലും ഞാൻ എനിക്ക് മറ്റന്നാൾ ആവശ്യമുണ്ട്, നീ ഇന്നത്തെ ആവശ്യത്തെ നീ എടുത്തോ, പിന്നെ ആ ദിവസത്തേക്ക് നീ സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും കൊടുത്തിട്ടത് കിട്ടാത്ത സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നാളെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും ഞാൻ ആ ആവശ്യം പറഞ്ഞിട്ട് ഫണ്ട് കൊടുക്കുന്ന ആൾക്കാർ. ചില ആൾക്കാരോട് ഞാൻ പറയില്ല, നീ എടുത്തോ, അത് ആവശ്യം കഴിയുമ്പോൾ എനിക്ക് തന്നാൽ മതി, എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, ഫൈൻ, പ്രശ്നമില്ല, നീ ഇത് എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നന്ദി കാണിക്കാത്ത ജന്മങ്ങൾ ആക്ച്വലി ഉണ്ട്. സോ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നല്ല രീതിയിൽ നിൽക്കുക. അല്ലാത്ത ലിസ്റ്റിലുള്ള ആൾക്കാരെ എല്ലാം നോ എന്നൊരു സാധനമുണ്ട്. പറ്റില്ല എന്ന് തന്നെ പറയണം. എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കുടുക്കിലാക്കി ഇങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം എല്ലാവരും വഴി പിടിച്ച് നമ്മളെ തലമണ്ട ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതലുള്ളവർ നോക്കുന്നത്. സോ നോ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പറയണം. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. കിട്ടി വള്ളി കിട്ടി, എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സീനാണ്. എനിക്ക് വേണ്ടത് ഇമോഷണൽ ട്രോമയും വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കാരണം ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞ് ഇപ്പം എല്ലാത്തിനും ഒതുക്കി വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഞാൻ പോകുന്നുണ്ട് ഗൈസ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പം ആക്ച്വലി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ചൂസ് ചെയ്യുക. ചില ആൾക്കാർ നമ്മളോട് ചിരിച്ച് നിൽക്കൂടാ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലാണ് നിൽക്കുന്നത്, അല്ല നിങ്ങളോട് ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇൻ മൈ ലൈഫ് എനിക്ക് എൻ്റെ പോലുള്ള ആൾക്കാർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും റിലേറ്റബിൾ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കൂട്ടുള്ള ആൾക്കാർക്ക് ഇത് ആക്ച്വലി റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല ഗൈസ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ആണ് നിങ്ങൾക്കുമുള്ള തോട്ട്സ് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ പുതിയ ചാനലാണ് ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.